ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് വളരെ സങ്കടകരമായ ഒരു ദിവസമാണ് കേട്ടോ. അപ്പോൾ 2-3 ദിവസം നല്ല കാറ്റും മഴയൊക്കെ ഉണ്ടായിരുന്നു, കറണ്ടും ഇല്ല. അങ്ങനെ ഒരു ദിവസം രാവിലെ നോക്കിയപ്പോഴത്തേക്കും നമ്മുടെ കോഴിക്കോടിൻ്റെ മുകളിലോട്ട് ഒരു തേക്കിൻ്റെ വലിയൊരു കൊണ്ട വന്ന് വീണിട്ടുണ്ടായിരുന്നു. നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് പണ്ടത്തെ കൂടിനെ ഇങ്ങനെയെങ്കിലും ഇതുപോലെ റെഡിയാക്കി വന്നപ്പോഴത്തേക്കും നമ്മളുടെ കൂടിൻ്റെ അവസ്ഥ ഇങ്ങനെ ആയി കേട്ടോ. അതിൻ്റെ മുകളിലത്തെ ഷീറ്റൊക്കെ പൊട്ടി അങ്ങനെ ഒരു സ്റ്റേജിലായി. പിന്നെ ആ ഒരു മരത്തിൻ്റെ ചില്ലകളൊക്കെ വെട്ടി ഒന്ന് എടുക്കുന്നുണ്ട് അച്ഛൻ. അപ്പോൾ നമ്മളുടെ കൂട് പണി പൂർത്തിയായിട്ടില്ല, ഇനി 2 കൂട് അടിക്കാനുണ്ട്. അപ്പോൾ ബാക്കി കോഴികൾക്ക് വേറൊരു പ്രശ്നം വല്ലതും ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ കൂട്ടിലൊക്കെ പോയി തുറന്ന് നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അപ്പാപ്പ ആണെങ്കിൽ അച്ഛൻ വെട്ടിക്കൊടുക്കുന്ന ചില്ലയൊക്കെ അപ്പുറത്ത് കൊണ്ട് കളയും. അപ്പോൾ നമ്മളുടെ ആ സ്ഥലത്ത് മുഴുവനും ഈ ഒരു തേക്കിൻ്റെ ചില്ലകളും കമ്പുകളും ഒക്കെയാണ് കേട്ടോ. തേക്ക് വന്ന് വീണത് മഹാഗണിയുടെ മുകളിലോട്ടാണ്. അപ്പോൾ മഹാഗണിയും അതുപോലെ തന്നെ ഒടിഞ്ഞ് വീണിട്ടുണ്ടായിരുന്നു. വെളുപ്പിലെ 4 മണിക്കാണ് കേട്ടോ ഈ ഒരു സംഭവം ഉണ്ടായത്. അപ്പോൾ ഇത് കണ്ടപ്പോഴത്തേക്ക് നല്ലൊരു സങ്കടം ഉണ്ടായി. അപ്പോൾ രാവിലെ നല്ലൊരു സൗണ്ട് കേട്ടു. നമ്മൾ അങ്ങനെ പോയി, കറണ്ടില്ലല്ലോ, അതുകൊണ്ട് ടോർച്ച് അടിച്ച് നോക്കിയപ്പോഴത്തേക്കുമാണ് ഇതുപോലെ ചില്ല വന്ന് വീണത്. അപ്പോൾ നല്ല വലിയ ചില്ലയാണ് കേട്ടോ. മഴയത്ത് ഇതെങ്ങനെ ഒടിഞ്ഞെന്ന് എനിക്ക് അതിശയമാണ്. പച്ച ഇതാണ്, അതായത് അത് ഉണക്കയാണെങ്കിൽ കാറ്റടിച്ച് വീണെന്ന് പറയാം, പക്ഷേ ഇത് പച്ച നല്ല ഒരു തടിയാണ്. ഞാൻ പറഞ്ഞ ഈ ഒരു മരത്തിൻ്റെ കാര്യമാണ് കേട്ടോ. ഇതാണെങ്കിൽ മറ്റേ ആനമുന്തിരിയാണ്. അപ്പോൾ ഇതിൻ്റെ പുറത്തൂടെയാണ് വന്ന് വീണത്. അതിൻ്റെ മുകളിലത്തെ ഭാഗം ഒടിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബാക്കി ചില്ലകളൊക്കെ വെട്ടിയെടുത്തു. ഭയങ്കര വെയിറ്റ് ആണല്ലോ, അതുകൊണ്ട് തന്നെ ഓരോ ചില്ലകളും വെട്ടി എടുത്തിട്ടാണ് അത് ഒന്ന് മാറ്റി വന്നത്. അങ്ങനെ കുറേ നേരത്തെ പരിശ്രമത്തിന് ഒടുവിലാണെങ്കിൽ ആ ഒരു ചില്ല മാറ്റി. അപ്പോൾ അവിടുത്തെ ഷീറ്റാണെങ്കിൽ നല്ലോണം പൊട്ടി ഇങ്ങനെ ഒരു പീസായിട്ടുണ്ടായിരുന്നു. 2 പീസ് വല്ലതാണെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാമായിരുന്നു. ഇതിപ്പോൾ പീസ് പോലെ ആയതുകൊണ്ട് തന്നെ ആ ഒരു കൂട്ടിലാണെങ്കിൽ നമ്മൾ ഇതുപോലത്തെ ഒരു ഷീറ്റ് വെച്ചാണ് അഡ്ജസ്റ്റ് ചെയ്തത് കേട്ടോ. അപ്പോൾ മുകളിലത്തെ കൂട്ടിലാണെങ്കിൽ 2 പ്രാവും പിന്നെ ബാക്കി കോഴിക്കുഞ്ഞുങ്ങളുമാണ് കിടന്നത്. അങ്ങനെ നമ്മൾ രാവിലെ തന്നെ കോഴികൾക്ക് വല്ലതും പറ്റിയിട്ടുണ്ടോ എന്നൊക്കെ നോക്കി, എന്നിട്ട് കോഴികളെ വേറെ കൂട്ടിലാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രാത്രി മഴയുള്ളതുകൊണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂട്ടിനകത്ത് ഫുള്ളും വെള്ളവുമായി. അടുത്തിനി നമുക്ക് കൂട്ടിനകത്ത് എന്തൊക്കെയാണ് സംഭവിച്ചിട്ടുള്ളത് നോക്കാം കേട്ടോ. വെളിയിൽ ഇത്ര മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. അപ്പോൾ കൂട്ടിനകത്ത് നോക്കിയപ്പോൾ വലിയൊരു കൊണ്ട അതുപോലെ വന്ന് വീണിട്ടുണ്ട്. മുകളിൽ കണ്ടോ ഷീറ്റൊക്കെ പൊട്ടി ഇങ്ങനെ പീസായിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ തവണ നമുക്ക് കൂട് പണിക്കാണെങ്കിൽ ഒരു 3 ഷീറ്റാണ് അതിൻ്റെ മണ്ടയിൽ ഇട്ടത്. പക്ഷേ ഇപ്പോൾ വേറൊരു സ്ഥലത്ത് കിടന്ന ഒരു ഷീറ്റാണ് കേട്ടോ ഇപ്പോൾ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഒരു ഷീറ്റ് പൂർണ്ണമായിട്ട് പൊട്ടിപ്പോയി. വെട്ടുന്നതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ ഇതാ കയ്യും ഇതുപോലെ തന്നെ മുറിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മളിതാ ടാർപോളിയം കിട്ടിയിട്ടുണ്ട്, അപ്പോൾ അത് വെച്ചിട്ട് ഒന്ന് മറച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത് മഴവെള്ളമൊന്നും വീഴത്തില്ല, എന്നാലും പണ്ടത്തെ കൂടിൻ്റെ അത്ര ഭംഗിയൊന്നും ഇതിനില്ല കേട്ടോ. അപ്പോൾ വളരെ വിഷമമായിട്ടുണ്ട്. സിമൻറ്റ് ഷീറ്റാണ് കേട്ടോ ഇതിൻ്റെ മണ്ടയിൽ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങളിനി ഷീറ്റ് ഇടുമ്പോൾ സൂക്ഷിക്കുക. ഇനി അടുത്ത് കോഴിക്കോടോ എന്തെങ്കിലും പണിയാൻ പോവുകയാണെങ്കിൽ ഇതുപോലത്തെ ഷീറ്റ് ഇടരുത് ദയവ് ചെയ്ത്. തുറസായ സ്ഥലം, അതായത് മരമൊന്നും ഇല്ലാത്ത സ്ഥലമാണെങ്കിൽ സേഫാണ് കേട്ടോ. അപ്പോൾ നമ്മളുടെ കൂടിൻ്റെ മുമ്പത്തെ ഒരു സ്റ്റേജ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കഴിഞ്ഞ് അപ്ലോഡ് ചെയ്ത വീഡിയോ കാണണം. എല്ലാവരും അവരവരുടെ വീട്ടിൽ സേഫായിട്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.